പി.വി. അൻവർ പറയുന്നത് ഒന്നും സത്യം മറ്റൊന്നും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം വേണമെന്നും തന്റെ കയ്യിൽ അതിനുള്ള ആസ്തി ഇല്ലെന്നുമാണ് പി.വി. അൻവർ 2 ദിവസം മുൻപ് പറഞ്ഞത്. സുമനസ്സുകളുടെ സഹായത്താൽ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുമായിരുന്നു പറച്ചിൽ. ആദ്യം അതൊന്ന് കേൾക്കാം. എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ ഇല്ല. ഞാൻ ആകെ കടക്കാരനവരപ്പം കൂടിയ ഷറങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താപ്പം ഇതിൻ്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ ഇല്ല. എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി.വി. അൻവർ 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിന് പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ആസ്തിയുടെ കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. നയാ പൈസയിലെന്ന് പറഞ്ഞ അൻവറിന്റെ ആസ്തി കണക്ക് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വിവരമാണിത്. കാരണം ആസ്തി 52 കോടി എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ നയാ പൈസയില്ല മത്സരിക്കാൻ എന്ന് പറഞ്ഞിടത്താണ് 52 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ബാധ്യത 20 കോടി രൂപയാണ്. സ്വർണം, മറ്റ് ജംഗമ വസ്തുക്കളൊക്കെ നോക്കുമ്പോൾ അത് 18 കോടി രൂപയുടെ സ്വത്തായി വരികയും ചെയ്തു. ഇനി മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് 8 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 63.89 ലക്ഷം രൂപയുടെ ആസ്തിയുമാണ്. ഇതാണ് യഥാർത്ഥ വസ്തു. അപ്പോൾ ഈ പറയുന്ന നമ്മൾ കേൾക്കുന്ന അൻവറിന്റെ ഈ ആവലാതിയിലെ ആ യാഥാർത്ഥ്യമാണ് നമുക്ക് ഒരു വൈരുദ്ധ്യമായി ഈ കണക്കുകൾ നൽകുമ്പോൾ മാറുന്നത്.